നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തന്നെ പറയാം, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ പല ആളുകൾക്കും ഏതാണ് ക്ഷേത്രമെന്ന് മനസ്സിലാകുന്നുണ്ടാവും. നിങ്ങളിൽ പലരും അവിടെ പോയി ദർശനം നടത്തുകയും ദർശന സായുജ്യം നേടിയവരും ഒക്കെ ആയിരിക്കും. തൃശ്ശൂർ നഗരത്തിൽ നിന്നാണെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമുക്കൊരു 100-150 രൂപ കയ്യിലുണ്ടെങ്കിൽ പോയി വരാവുന്ന ഒരു ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മറ്റു ദുരിതങ്ങൾ, അതുപോലെ എല്ലാം മാറി, എല്ലാ അലച്ചിലും കഷ്ടപ്പാടുമെല്ലാം മാറി വളരെ നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമുക്ക് വന്നു ചേരാൻ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പേര് ചിറക്കൽ ഭഗവതി ക്ഷേത്രം. തീർച്ചയായിട്ടും ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല നമ്മുടെ ദുരിതങ്ങൾ കൃത്യമായി അവിടെ പറഞ്ഞ് ദേവിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് പോന്നു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് വളരെ അച്ചട്ടാണ് എന്നുള്ളതാണ്. വഴിപാടുകളുമുണ്ട്. ഒരുപാട് തുകയുള്ള വഴിപാടുകൾ എന്നുള്ള രീതിയിലും അല്ലാതെ ചെറിയ രീതിയിൽ സാധാരണക്കാർക്കുമൊക്കെ തൊഴുത് വഴിപാട് കഴിച്ച് തൊഴുത് പോരാവുന്ന രീതിയിലുള്ള സിസ്റ്റവും അവിടെയുണ്ട്. കൂടിയ തുകയുള്ള വഴിപാടുകളുമുണ്ട്. ഏത് തരത്തിലുള്ള വഴിപാടുകൾക്കും കൃത്യമായ ഒരു ഫലമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ പൂരം വളരെ പ്രസിദ്ധമാണ്. ഗുരുതി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വഴിപാടുകൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു ഫലമുള്ളതാണെന്ന് വീണ്ടും പറയുന്നു. തൃശ്ശൂർ നഗരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തേണ്ട വഴിയാണ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഗുരുവായൂരിൽ നിന്ന് പോകുന്നവർക്കും ഉള്ള വഴി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഗുരുവായൂർ ഭാഗത്തു നിന്ന് പോകുന്നവർ തീർച്ചയായിട്ടും അമല, അതുപോലെ പാവറട്ടി, പറപ്പൂർ വഴി അമലയിലേക്ക് എത്തുന്ന ബസ്സിൽ കയറുകയും ചിറക്കൽ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ, അന്നകര ചിറക്കൽ സ്റ്റോപ്പിൽ ഇറങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അവിടെ ചിറക്കൽ ഭഗവതി ക്ഷേത്രം എന്ന ബോർഡ് തന്നെ കാണാം. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇടതുഭാഗത്തേക്ക് കഷ്ടി ഒരു 3/4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ദേവീക്ഷേത്രത്തിൽ എത്താം. ഇവിടെ സ്വയംഭൂ പ്രതിഷ്ഠയാണ് എന്നാണ് സങ്കല്പം. ദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപം, ദേവിയുടെ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഐതിഹ്യവും അതുപോലെയാണ് ചരിത്രവും പറയുന്നത്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അമല ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി മാറി കയറണം. അതല്ലെങ്കിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പാവറട്ടി വഴി ചാവക്കാട്ടേക്ക് പോകുന്ന, അമല, ചിറ്റിലപ്പള്ളി, പാവറട്ടി വഴി ചാവക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറി ഇതേപോലെ തന്നെ ചിറക്കൽ അന്നകര ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണാം. ഓട്ടോ റിക്ഷകൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്റ്റോപ്പ് കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. പറഞ്ഞല്ലോ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ദുരിതങ്ങൾ മാറാനും സങ്കടങ്ങൾ ഉണർത്തിക്കാനും എല്ലാം ദേവിയെ ഒന്ന് കണ്ട് തൊഴുത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനമായി തിരിച്ചു പോരുക. എല്ലാത്തിനും ദേവി ഒരു വഴി കാണുന്നതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ